കത്തോലിക്ക സഭയും പ്രൊട്ടസ്റ്റന്റ് പെന്തക്കോസ് സഭകളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണ്? ഞങ്ങളിപ്പോഴും ഫോളോ ചെയ്യുന്നത് ബൈബിള് മാത്രമാണ്. കൊന്ത ചൊല്ലുന്നു അല്ലെങ്കിൽ വിശുദ്ധനോട് പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അവർ പറയും ഞങ്ങൾക്ക് അങ്ങനത്തെ ഞങ്ങൾ നേരിട്ട് ഈശോയോട് മാത്രമേ ഉള്ളൂ. വേറെ എന്തെങ്കിലും വ്യത്യാസം കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ അവരുമായിട്ട്? ഹൂ ഈസ് ദ ഹെഡ് ഓഫ് പ്രൊട്ടസ്റ്റന്റ് പെന്തക്കോസ് ചർച്ച്? ഇത് പ്രൊട്ടസ്റ്റന്റ് പെന്തക്കോസ് സഹോദരങ്ങളോട് കലഹിക്കാനോ അവരെ ഇകഴ്ത്താനോ അല്ല. പുതിയ നിയമം ഈശോ എപ്പോഴെങ്കിലും പറഞ്ഞോടാ ഒരു ഡയറി എടുത്തടാ, ഞാൻ പറയുന്നതൊക്കെ എഴുതിയെടുത്തേ, കുറച്ച് കഴിയുമ്പോൾ ആവശ്യം പറഞ്ഞോ? ഇല്ല. നിങ്ങളുടെ ഒപ്പീനിയനിൽ എന്തിനാണ് വചനം എഴുതിയത്? വി ആർ നോട്ട് ഫോളോവേഴ്സ് ഓഫ് എ ബുക്ക്, വി ആർ ഫോളോവേഴ്സ് ഓഫ് എ പേഴ്സൺ. ഈശോയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്, പുസ്തകത്തെ അല്ല. അപ്പൊ കത്തോലിക്കർ ഇനി പകച്ചു പോകരുത്. പെട്ടെന്ന് നമ്മളോടൊന്ന് ചോദിക്കുവാനല്ലേ ബൈബിളിലെവിടെയാ? ഇതിപ്പോ നമ്മുടെ ഇടയിൽ ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി, എന്ത് പറഞ്ഞാലും ബൈബിളിലെവിടെയാ? അപ്പൊ നമ്മൾ എന്താ പറയണ്ടേ? വിശ്വാസത്വമാണോ? കത്തോലിക്ക സഭ 24 സഭകൾ ഒരേ വിശ്വാസമാണ് ഏറ്റു പറയുന്നു. ബൈബിളിലൂടെ ഇവിടെയാണ് പ്രൊട്ടസ്റ്റന്റ് പെന്തക്കോസ് ചർച്ചസും കത്തോലിക്ക സഭയും തമ്മിലുള്ള അടിസ്ഥാന വ്യത്യാസങ്ങൾ. നമ്മൾ കാത്തലിക് ചർച്ച് എന്ന് പറയുമ്പോൾ ഓർക്കണം, ആ സമയത്ത് കാത്തലിക് ഓർത്തഡോക്സ് ഡിവിഷൻ നടന്നിട്ടില്ല. അപ്പോൾ അപ്പസ്തോലിക് ചർച്ചസ്. അതിനാൽ സഹോദരരെ, ഞങ്ങൾ വചനം മുഖേനയോ കത്തു മുഖേനയോ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള പാരമ്പര്യങ്ങളെ മുറുകെ പിടിക്കുകയും അവയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക. പാരമ്പര്യം പ്രധാനപ്പെട്ടതെന്ന് ബൈബിളിലൂടെ കിടക്കുന്നു. വചന മുഖേനയോ കത്തു മുഖേനയോ നിങ്ങളെ പഠിപ്പിച്ച പാരമ്പര്യങ്ങളെ മുറുകെ പിടിക്കുകയും അവയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആൽബ് ആസ്ക് ലേൺ ആൻഡ് ബിലീവ് എന്ന പേരിൽ നമ്മൾ ആരംഭിച്ചിരിക്കുന്ന പുതിയ സീരീസിൻ്റെ 3ാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഞാനിപ്പോൾ കാനഡയിൽ മോൺട്രിയാലിൽ നമുക്കൊരു ഇടവക സമൂഹമുണ്ട്. അവിടെ ധ്യാനിപ്പിക്കുകയായിരുന്നു. അവിടെയുള്ള 3 പേരെയാണ് നമ്മോടൊപ്പം ഇന്ന് ലഭിച്ചിരിക്കുന്നത്. നിങ്ങൾ തന്നെ പരിചയപ്പെടുത്താം. 3 പേരും സൺഡേ സ്കൂൾ ടീച്ചേഴ്സാണ്. അതാണ് നമുക്ക് സന്തോഷമുള്ള കാര്യം. കഴിഞ്ഞ 2 എപ്പിസോഡുകൾ കുട്ടികളായിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നതെങ്കിൽ ഇത്തവണ നമുക്ക് ലഭിച്ചിരിക്കുന്നത് കുറേ കൂടെ പ്രാഗൽഭ്യമുള്ള, സഭയോട് ചേർന്ന് ശുശ്രൂഷ ചെയ്യുന്ന 3 പേരെയാണ്. 3 പേര് ഇവിടെ മതാധ്യാപകരായിട്ട് അവരുടെ മിനിസ്ട്രി, അവരുടെ ഉത്തരവാദിത്തങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ ഒരു ശുശ്രൂഷയും കൂടെ ചെയ്യുന്നവരാണ്. അവരൊന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ജോസഫ്. ഞങ്ങളിപ്പോൾ മോൺട്രിയലിൽ വന്നിട്ട് ഒരു 7 വർഷത്തോളമായി. നാട്ടില് തൃശ്ശൂർ രൂപതയിലെ മുക്കാട്ടുകര എന്ന് പറഞ്ഞ ഇടവകയാണ്. എൻ്റെ പേര് ദീപ്തി, ജോസഫിൻ്റെ ഭാര്യയാണ്. നാട്ടിൽ ഇരിഞ്ഞാലക്കുടയാണ്. ഇവിടെ കാറ്റഗറിസം ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. ശരി. ഇരിങ്ങാലക്കുട ഇടവക ഏതാ? ചേലൂര്. ശരി. എൻ്റെ പേര് നിജിൻ. ഞാൻ പാലാരൂപത തീക്കോയ ഇടവകയാണ്. യെസ്, ഗുഡ്. അപ്പോൾ സന്തോഷം, 3 പേരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ആൽബിൻ്റെ എപ്പിസോഡുകളിൽ മുമ്പോൾ അത് കണ്ടായിരുന്നോ? ഞങ്ങള് കുട്ടികൾക്ക് വേണ്ടി ഹാലോവീൻ്റെ അതിന്റെ എപ്പിസോഡ് കണ്ടായിരുന്നു. യെസ്. അപ്പോൾ ഇതിന്റെ വളരെ ഉപകാരമായി. അപ്പോൾ ശരി, അത് കാണിച്ചു കൊടുത്താൽ മതിയായിരുന്നു. പിന്നെ ബാക്കി നിങ്ങൾ ആഡ് ഓൺ ചെയ്താൽ മതിയായിരുന്നു. ഗുഡ്. അപ്പോൾ നിങ്ങളാണ് ആൽബ് സീരീസിലെ ആദ്യത്തെ സീനിയേഴ്സ്. കുട്ടികളെ വിട്ടിട്ട് മുതിർന്നവരിലേക്കൂടെ എല്ലാ ജനറേഷനിലേക്കും എത്താനുള്ള പ്ലാനാണ്. അപ്പോൾ നമ്മളിന്ന് ഒരു ടോപ്പിക് എടുത്ത് അതിൻ്റെ സംസാരങ്ങളിലേക്കാണ് പോകുന്നത്. നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും ഒരു സംശയം, കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ആ വിഷയം ഇന്ന് എക്സ്പ്ലോർ ചെയ്യാം. യെസ്. നമ്മൾ ഈ ഇടയ്ക്ക് കേൾക്കുന്ന ഡോക്യുമെന്റ്സ് ഒക്കെ പറയുന്നുണ്ട് മാതാവിനെ കുറിച്ചിട്ടുള്ള കൺഫ്യൂഷൻസ്. സഹരക്ഷക എന്ന് പറയരുത്. പക്ഷെ നമ്മൾ യൂഷ്വലി പല പേരുകളിലും മാതാവിനെ വിളിക്കുന്നുണ്ട്. സ്നേഹം കൊണ്ട് വിളിച്ചു പോയതായിരിക്കാം. പക്ഷെ അങ്ങനെ ക്ലാരിഫിക്കേഷൻസ് വരുമ്പോൾ ഡൗട്ട് ആവുകയാണ്. ഇപ്പൊ എന്ത് വിളിക്കാൻ പാടില്ല. അപ്പോൾ അച്ഛൻ അതിനെ കുറിച്ച് ഒന്ന് ക്ലാരിഫൈ ചെയ്ത് തരാണെങ്കിൽ, ആസ് എ നോർമൽ പീപ്പിൾ, ഞാൻ ആരെങ്കിലും സംസാരിക്കുമ്പോൾ ഞാനാണെങ്കിലും വിഷമിച്ചിരിക്കുമ്പോൾ എൻ്റെ സഹനത്തിൽ എൻ്റെ കൂടെ ആയിരിക്കണം അമ്മ, അർത്ഥത്തിലൊക്കെ നമ്മളും പെട്ടെന്ന് പറഞ്ഞു പോകാറുണ്ട്. അപ്പോൾ അതൊന്ന് ക്ലാരിഫൈ ചെയ്ത് തരാണെങ്കിൽ. ക്ലാരിഫിക്കേഷൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ കൂടെ പോയിക്കൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ ഓരോ എപ്പിസോഡായിട്ട് ഇപ്പോൾ ആദ്യത്തത് എന്താണ് ഈ ഡോക്യുമെൻ്റ്, ആരാണ് ഇത് ഇറക്കിയത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തത് ഈ പറഞ്ഞ കോ റിഡംറ്ററിസ്റ്റ്, സഹരക്ഷിക എന്ന വാക്കിൻ്റെ വിശദീകരണവും അതിൻ്റെ അപകടവും പറഞ്ഞു കഴിഞ്ഞു. അത് പോയിട്ടുണ്ട്, ആ എപ്പിസോഡും പോയിട്ടുണ്ട്. അടുത്തത് ഇനിയും വരും, മീഡിയാട്രിക്സ് മധ്യസ്ഥ എന്നുള്ളത്. അതായത് ഞാൻ അതിനകത്തത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. മധ്യസ്ഥ എന്ന് നമ്മൾ തർജ്ജമ ചെയ്യുന്ന വാക്ക് ഇംഗ്ലീഷിൽ 2 രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് മീഡിയാട്രിക്സ്, 2 ഇൻ്റർസെസർ. പരിശുദ്ധി അമ്മ ഇൻ്റർസെസറാണ്.
അപ്പോൾ അതിൻ്റെ തർജ്ജമ എന്താ? മധ്യസ്ഥയാണ്. മീഡിയാട്രിക്സ് എന്ന് വെച്ചാൽ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ നിൽക്കുന്ന ആള്. അത് മറിയമല്ല, അതാരാണ്? ഈശോ. അതാണ് നമ്മൾ പറഞ്ഞത് മീഡിയാട്രിക്സ്. അത് ആർക്കേ ഉപയോഗിക്കാൻ പാടുള്ളൂ? ഈശോയ്ക്ക് മാത്രമേ ഉപയോഗിക്കാം. അത്രേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ മാതാവിനോട് മാധ്യസ്ഥ്യം തേടരുതെന്നല്ല എൻ്റെ അർത്ഥം. ഈശോയോടുള്ള ബന്ധത്തിലും കൂട്ടായ്മയിലും നമ്മൾ മാതാവിൻ്റെയും വിശുദ്ധരുടെയും മാധ്യസ്ഥ്യം ഇനിയും തേടി പ്രാർത്ഥിക്കും. കാരണം കത്തോലിക്കാ സഭയുടെ സത്യവിശ്വാസത്തിൻ്റെ ഭാഗമാണ് പുണ്യവാന്മാരുടെ ഐക്യം, കമ്മ്യൂണിയൻ ഓഫ് സെയിൻസ്. അപ്പോൾ സ്വർഗത്തിൽ തിരുമുമ്പാകെ ആയിരിക്കുന്നവരുടെ പ്രാർത്ഥനകൾ നമുക്ക് ഉപകാരപ്പെടും. അത് കത്തോലിക്കാ സഭയുടെ വിശ്വാസമാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പെന്തക്കോസ്തുകാരോട് ചോദിക്കുന്നത് എന്താ? വിത്ത് ഡ്യൂ റെസ്പെക്റ്റ്, തീർച്ചയായിട്ടും ക്രിസ്ത്യൻ ഡിനോമിനേഷൻസ് ഏറ്റവും പ്രധാനപ്പെട്ടത് എണ്ണം കൊണ്ട്, അപ്പസ്തോലിക പാരമ്പര്യം കൊണ്ട് കത്തോലിക്കാ സഭ, ഓർത്തഡോക്സ് സഭകൾ, ആംഗ്ലിക്കൻ ചർച്ച്, പ്രൊട്ടസ്റ്റന്റ് ചർച്ചസ്, പെന്തക്കോസ്റ്റ് ചർച്ചസ്, ഇഷ്ടംപോലെ ക്രിസ്ത്യൻ ഡിനോമിനേഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ഈ പ്രൊട്ടസ്റ്റന്റ് പെന്തക്കോസ്തുകാർ ഈ കാലങ്ങളിൽ നമ്മുടെ സഹോദരങ്ങൾ അവർ ഈ കാലത്ത് കമന്റ് സെഷനിലൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അറിയാം, സ്ഥിരമായിട്ട് ഇന്ന് ചോദ്യമുണ്ട്. എന്താ ചോദ്യം? നമ്മള് മാതാവിനെ അംഗീകരിക്കണമെന്നോ, മാതാവ് സഭ തള്ളി പറഞ്ഞു എന്നൊക്കെയാണ്. അങ്ങനെയൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായത്തിൽ കേൾക്കട്ടെ, കത്തോലിക്കാ സഭയും ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് അങ്ങനെ അങ്ങ് പോട്ടെ, നമുക്ക് അതിലേക്ക് നല്ല ചുരുക്കിക്കൊണ്ടുവരാം. കത്തോലിക്കാ സഭയും പ്രൊട്ടസ്റ്റന്റ് പെന്തക്കോസ് സഭകളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ? നിങ്ങളുടെ അറിവ് വെച്ച് പറഞ്ഞു. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമുക്കൊക്കെ ഒരു ക്രിസ്ത്യൻ നോളജ് കുറച്ചുള്ളത് വെച്ചങ്ങ് പറഞ്ഞു. എന്തൊക്കെയാണ് പ്രൊട്ടസ്റ്റന്റ് പെന്തക്കോസ് സഭകളും കത്തോലിക്കാ തിരുസഭയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ? ഞാൻ എൻ്റെ പ്രൊട്ടസ്റ്റന്റ് ഫ്രണ്ട്സ് ഒക്കെ ഉള്ളവരോടൊക്കെ ഇടയ്ക്ക് സംസാരിക്കുമ്പോൾ അവർ പറയാറുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എപ്പോഴും ഫോളോ ചെയ്യുന്നത് ബൈബിള് മാത്രമാണ്. ഗുഡ്, ഒരു പോയിന്റ് ജോസഫ് പറഞ്ഞു. ബൈബിൾ മാത്രമാണ്. അതിന് പറയുന്ന പേരാണ് സോളാ സ്ക്രിപ്തൂര. സോളാ സ്ക്രിപ്തൂര. സോള മീൻസ് സോൾ, സ്ക്രിപ്ചർ എലോൺ. ബൈബിൾ മാത്രം. ഒരു വ്യത്യാസം കിട്ടി. ഇനി പിന്നെ ആദ്യം നമുക്ക് വ്യത്യാസങ്ങളൊക്കെ പൂൾ ചെയ്യാം, എന്നിട്ട് നമുക്ക് ഓരോന്നായിട്ട് പഠിച്ചു തുടങ്ങാം. നമ്മളിപ്പോ കൊന്ത ചൊല്ലുന്നു അല്ലെങ്കിൽ വിശുദ്ധനോട് പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ പറയും ഞങ്ങൾക്ക് അങ്ങനത്തെ ഞങ്ങൾ നേരിട്ട് ഈശോയോട് മാത്രമേ ഉള്ളൂ, പിന്നെ ബാക്കിയുള്ളതൊന്നും ഞങ്ങൾക്ക്. അതായത് വിശുദ്ധരുടെയും പരിശുദ്ധി അമ്മയുടെയും മാധ്യസ്ഥ്യം തേടി പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ വിശുദ്ധരോടുള്ള വണക്കം അങ്ങനെയൊന്നും അവർക്ക് ഇല്ല. അത് കത്തോലിക്ക സഭയിലാണ് ഉള്ളത്. രണ്ടാമത്തെ വ്യത്യാസം കിട്ടി, സെയിൻസ്, ഇന്റർസെഷൻ ടുവേർഡ്സ് സെയിൻസ് ആൻഡ് മദർ മേരി. അതൊരു അടുത്തൊരു വ്യത്യാസമാണ്. ഇനി നമുക്ക് ഓരോന്നോരോന്ന് പറയാം. വരട്ടെ, അവിടെ അടുത്തയാള്. പിന്നെ നമുക്ക് 7 കൂദാശകളുണ്ട്. സാക്രമെന്റ്സ് ആർ വെൽ ഡിഫൈൻഡ്. 7 കൂദാശകൾ കത്തോലിക്കാ സഭയുടെ. കത്തോലിക്കാ സഭ 24 സഭകളുടെ കൂട്ടായ്മയാണ്. അത് നമുക്ക് പിന്നീട് ഒരു എപ്പിസോഡിൽ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യാം. ആ 24 സഭകൾക്കും വ്യത്യാസങ്ങൾ ഉള്ളപ്പോഴും ഐക്യപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നാണ് 24 സഭകൾക്കും 7 കൂദാശകൾ, 7 സാക്രമെന്റ്സ്. ഗുഡ്. അടുത്തത് പിന്നെ എന്തെങ്കിലും വ്യത്യാസം? ഇനി കറങ്ങി വരട്ടല്ലേ, ഒരെണ്ണം കൂടെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് കൂടുതൽ കൊടുക്കാം. വേറെ എന്തെങ്കിലും വ്യത്യാസം കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ അവരുമായിട്ട്? ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നാറുണ്ട് ബൈബിളിൽ പറയാത്ത പല കാര്യങ്ങളും നമ്മൾ വിശ്വാസത്തിൽ നമ്മൾ ആഘോഷിക്കുന്ന. ഇപ്പം മാതാവിന്റെ സ്വർഗാരോഹണം, ഇത് ബൈബിളിൽ പറഞ്ഞിട്ട് മാതാവിന്റെ സ്വർഗാരോപണം, ആരോപണം, നമുക്ക് ഇതിന്റെ ഇടയിൽ കൂടെ അതും പഠിക്കാം അല്ലേ? ആരെങ്കിലും ഒരാള് സ്വർഗാരോഹണം ചെയ്യിപ്പിച്ച സ്വർഗാരോപണം എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട്. അതായത് ഇംഗ്ലീഷിൽ പറയുമ്പം അസംഷൻ, മാതാവിൻ്റെത് ഇറ്റ്സ് അസംഷൻ, ഈശോയുടേത് അസെൻഷൻ. ജീസസ് ഹിംസെൽഫ് അസെൻറ്റഡ് ഇൻടു ഹെവൻ ആൻഡ് മദർ മേരി വാസ് അസ്യൂംഡ് ഇൻടു ഹെവൻ. ഈശോ സ്വർഗത്തിലേക്ക് സ്വയം ഉയർന്നു, പരിശുദ്ധി അമ്മയെ ദൈവം സ്വർഗത്തിലേക്ക് ഉയർത്തി. അപ്പോൾ ഒന്ന് ആരോഹണം, മറ്റേത് ആരോപണം. അപ്പോൾ പരിശുദ്ധി അമ്മയുടെ സ്വർഗാരോപണത്തിൽ നിന്ന്. അപ്പോൾ ബൈബിൾ ഇല്ലാത്തത് നമ്മൾ അത് ബൈബിളിൽ കാണുന്നില്ല. സ്വർഗാരോപണം ബൈബിളിൽ കാണുന്നില്ല. സോ അപ്പം നമുക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഇനി പോകുന്ന വഴിക്ക് ബാക്കി ചർച്ച പോട്ടെ. നിങ്ങളിപ്പോൾ കുറച്ച് വ്യത്യാസങ്ങൾ നിങ്ങൾ പറഞ്ഞത് കൂടാതെ ഇനിയും വ്യത്യാസങ്ങളുണ്ട്. സെൻട്രൽ അതോറിറ്റി. ഇപ്പോൾ ഹൂ ഈസ് ദ ഹെഡ് ഓഫ് പ്രൊട്ടസ്റ്റന്റ് പെന്തക്കോസ്റ്റ് ചർച്ച്? അങ്ങനെ ഒരു ഹെഡ് ഇല്ല. ഒരു ടീച്ചിങ് അതോറിറ്റി. ഇപ്പം കാത്തലിക് ചർച്ചിന് ടീച്ചിങ് അതോറിറ്റി ഉണ്ട്, മജിസ്തേരിയും. അവിടെ നിന്നാണ് ടീച്ചിങ് വരുന്നത്. ടീച്ചിങ്ങിന്റെ സെൻട്രാലിറ്റി ഉണ്ട്, അതില്ല. അപ്പോൾ ഇതിൽ വ്യത്യാസങ്ങളുണ്ട് ഒത്തിരി. പിന്നെ വേറെ വലിയ വ്യത്യാസമുണ്ട്. കുർബാനയിൽ ഈശോയുടെ സാന്നിധ്യം അവർക്കൊരു മീൽ ആസ്പെക്റ്റ് എന്ന് വിചാരിച്ച് അവർ ചെയ്യാറുണ്ടെങ്കിലും ഈശോയുടെ റിയൽ പ്രസൻസ് ഏറ്റുപറയുന്നില്ല. അപ്പോൾ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. ഈ വ്യത്യാസങ്ങളൊന്നും തമ്മിലടിക്കാനുള്ളതല്ല. അവിടെയാണ് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. ക്രിസ്ത്യൻ ഡിനോമിനേഷൻസിന് ഇടയ്ക്കുള്ള വ്യത്യാസങ്ങൾ കലഹിക്കാനുള്ളതല്ല. ആ വ്യത്യാസങ്ങൾ വെച്ച് ഡയലോഗിൽ ഏർപ്പെടുക.
മ്യൂച്വൽ റെസ്പെക്റ്റ് ഉണ്ടാകുക. ഈ എപ്പിസോഡ് ഇങ്ങനെ ചെയ്യുമ്പോഴും എല്ലാവരുടെയും ശ്രദ്ധയിലേക്കും എല്ലാം നമ്മൾ എപ്പിസോഡിനുള്ളിലേക്ക് പ്രവേശിക്കുന്നതുകൊണ്ട് എല്ലാവരുടെയും ശ്രദ്ധയിലേക്കുള്ളത് വ്യത്യാസങ്ങൾ ഒത്തിരി ഉള്ളപ്പോഴും യൂണിഫൈയിങ് ഫാക്ടർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. വാട്ട് ഈസ് ദ യൂണിഫൈയിങ് ഫാക്ടർ between all those Christian denominations? The name of Jesus Christ. The name of Jesus Christ. അപ്പോൾ അതിനെ മാനിക്കണം, ഈ കൂട്ടായ്മയെ നമ്മൾ മാനിക്കും. പക്ഷേ ഈ എപ്പിസോഡ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ഇത് പ്രൊട്ടസ്റ്റന്റ് പെന്തക്കോസ് സഹോദരങ്ങളോട് കലഹിക്കാനോ അവരെ ഇകഴ്ത്താനോ അല്ല, മറിച്ച് കത്തോലിക്കരായിട്ടുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടണം. എന്താണ് വ്യത്യാസം, എന്താണ് കത്തോലിക്ക സഭയും പ്രൊട്ടസ്റ്റന്റ് പെന്തക്കോസ് സഭകളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. പ്രൊട്ടസ്റ്റന്റ് പെന്തക്കോസ് സഭകൾ നമ്മൾ ചേർത്ത് പറയുമ്പോഴും രണ്ടും ഈ 16th സെഞ്ച്വറി റിഫോർമേഷന്റെ സമയത്തും അത് തുടർച്ചയായും ഉണ്ടായതാണ്. പ്രൊട്ടസ്റ്റന്റ് ചർച്ച് ഉണ്ടായത് ജർമ്മനിയിലും പെന്തക്കോസ് ചർച്ച് ഉണ്ടായത് US-ലുമാണ്. അങ്ങനെയുണ്ട്, രണ്ട് പര്യായങ്ങളല്ല. രണ്ടും പ്രൊട്ടസ്റ്റന്റും പെന്തക്കോസും പര്യായ പദങ്ങളല്ല. രണ്ടും രണ്ട് കാലങ്ങളിൽ രണ്ട് ദേശത്തുണ്ടായതാണ്. പക്ഷേ ഈ റിഫോർമേഷന്റെ തുടർച്ചയായിട്ട് വന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എന്നറിയാമോ? വാട്ട് ഈസ് ദ മെയിൻ കീ ഡിഫറൻസ് ബിറ്റ്വീൻ കാത്തലിക് ചർച്ച് ആൻഡ് ദോസ് പ്രൊട്ടസ്റ്റന്റ് പെന്തക്കോസ് ചർച്ചസ്? ഏറ്റവും കീ ഡിഫറൻസ്, നമുക്ക് ഡിവൈൻ റെവലേഷൻ കിട്ടുന്ന സോഴ്സ്. ഫോർ ദ കാത്തലിക് ചർച്ച് വി ഹാവ് 2 ഇൻസെപ്പറബിൾ സോഴ്സസ്. അങ്ങനെയാണ് പറയുന്നത്. ഡിവൈൻ റെവലേഷൻ, വാട്ട് യു മീൻ ബൈ ഡിവൈൻ റെവലേഷൻ? ഡിവൈൻ റെവലേഷൻ എന്ന് വെച്ചാൽ ദൈവിക വെളിപാടെന്ന് വെച്ചാൽ അബ്രാഹത്തിലൂടെ, ഇസഹാക്കിലൂടെ, യാക്കോബിലൂടെ, പൂർവ്വപിതാക്കന്മാരിലൂടെ, മോശയിലൂടെ, പ്രവാചകന്മാരിലൂടെ ദൈവം തന്നെ ലോകത്തിന്, മനുഷ്യർക്ക് വെളിപ്പെടുത്തി. ആ ദൈവിക വെളിപാടിന്റെ പൂർണ്ണത ആരിലായിരുന്നു? ഈശോയിൽ. അതായത് ദ പെർഫെക്ഷൻ ആൻഡ് കംപ്ലീഷൻ ഓഫ് ഡിവൈൻ റെവലേഷൻ ഈസ് ജീസസ് ക്രൈസ്റ്റ്. ആ ഡിവൈൻ റെവലേഷൻ നമ്മളിലേക്ക് എത്തുന്നത് 2 ഇൻസെപ്പറബിൾ സോഴ്സിലൂടെയാണ്. അവിഭാജ്യമായ 2 ഉറവിടങ്ങളിലൂടെ അത് നമ്മളിലേക്ക് എത്തിക്കൊണ്ടിരിക്കും എന്നാന്ന് പറയാം. ഒന്നാമത്തത് തീർച്ചയായിട്ടും സേക്രഡ് സ്ക്രിപ്ചർ, വിശുദ്ധ ബൈബിൾ. 2 സേക്രഡ് ട്രഡീഷൻ. മനസ്സിലാകുന്നുണ്ടോ? സേക്രഡ് സ്ക്രിപ്ചർ ആൻഡ് സേക്രഡ് ട്രഡീഷൻ. ഈ 2 സോഴ്സസിലൂടെയാണ് നമ്മളിലേക്ക് എന്ത് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതിലൂടെ കിട്ടുന്ന എന്താണെന്നുള്ള അറിയേണ്ടത്. ഈശോ, കുറച്ചുകൂടെ വിശാലമായിട്ട് പറഞ്ഞാൽ ഒരു വലിയ പ്രധാനപ്പെട്ട വാക്ക് നേരത്തെ പഠിപ്പിച്ചൊരു വാക്കുണ്ട്, ദൈവിക വെളിപാട്, ഡിവൈൻ റെവലേഷൻ. ഡിവൈൻ റെവലേഷനാണ് ഇതിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. ദൈവം വെളിപ്പെടുത്തിയത് നമ്മളിലേക്ക് എത്തുകയാണ്. കിട്ടുന്നുണ്ടോ? ഇൻസെപ്പറബിൾ സോഴ്സസ് ഓഫ് ഡിവൈൻ റെവലേഷൻ എന്നാണ് പറയുന്നത്. ഇസ് ദാറ്റ് ക്ലിയർ? യെസ്. എന്തെങ്കിലും സംശയമുണ്ടോ? ദൈവവചനം എന്ന് വെച്ചാൽ എന്താ? ദൈവവചനം എന്ന് വെച്ചാൽ എന്താ? ഈശോ തന്നെയാണ്. എന്നാലും നമ്മൾ ദൈവവചനം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉടനെ വരുന്നത് എന്താ? ബൈബിള്. സംശയമില്ല, ദൈവം എന്ന് പറയുന്നത് ബൈബിളല്ലേ. പക്ഷെ ഇതിനെ പുതിയ രീതി മനസ്സിലാക്കിക്കേ. ദൈവവചനത്തിന്റെ ലിഖിത രൂപമാണ് ബൈബിൾ, അലിഖിത രൂപമാണ് ട്രഡീഷൻ. അപ്പൊ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടി. ദ റിട്ടൺ ഫോം ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ് ഈസ് ബൈബിൾ. നോൺ റിട്ടൺ ഫോം ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ് ഈസ് ട്രഡീഷൻ. അപ്പൊ പാരമ്പര്യവും എന്ത് തന്നെയാണെന്ന്? ദൈവവചനം തന്നെയാണ്. ദൈവവചനത്തിന്റെ ലിഖിത രൂപമാണ് ബൈബിൾ, അലിഖിത രൂപമാണ് പാരമ്പര്യം, വിശുദ്ധ പാരമ്പര്യം. കിട്ടുന്നുണ്ടോ? ക്ലിയർ ആയോ? പിന്നെ എന്താ ചോദിക്കാൻ പറ്റുന്നുണ്ടല്ലോ. നമ്മള് ഇപ്പൊ ട്രഡീഷൻസ് എത്രത്തോളം നമ്മൾ ട്രഡീഷൻസ് ബിലീവ് ചെയ്യണം എന്നുള്ളത്, അതായത് എങ്ങനെയാണ് ആ സോഴ്സ്. അത് ഒന്ന് അങ്ങനെ ഒരു സോഴ്സ് ഉണ്ട്. തെളിവെന്താണ്? 1-2 കാര്യം ഞാൻ പറയാം. ഒന്ന്, ഈ ബൈബിളിലെടുത്തേ ഞാൻ പറയാം. 2. ഒന്ന്, ഈ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ അവസാനത്തെ അധ്യായം ഏതാ അറിയാം? യോഹന്നാന്റെ സുവിശേഷം അവസാനിക്കുന്ന 21-ാം അധ്യായത്തിൽ. പക്ഷെ 20-ാം അധ്യായത്തിന്റെ അവസാനം എത്തുമ്പോൾ ആക്ച്വലി യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായത്തിൽ മെല്ലെ കൺക്ലൂഡ് ചെയ്യുന്നുണ്ട്. 21st ചാപ്റ്റർ ഈസ് എ ലേറ്റർ അഡീഷൻ എന്നാണ് പറയുന്നത്. ഇപ്പം ഈ 20-ാം അധ്യായത്തിന്റെ 30-31 വാക്യം വായിച്ചേ. നിങ്ങളും കേൾക്കണം, നിങ്ങളോട് ചോദ്യം ചോദിക്കുവേ, നിങ്ങൾ കേട്ടാൽ മതി. 20-ാം അധ്യായം 30-31 വാക്യം. ഈ ഗ്രന്ഥത്തിൽ എഴുതപ്പെടാത്ത അനേകം അടയാളങ്ങളും യേശു ശിഷ്യന്മാരുടെ സാന്നിധ്യത്തിൽ പ്രവർത്തിച്ചു. എന്നാൽ ഇവ തന്നെയും എഴുതപ്പെട്ടിരിക്കുന്നത് യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുക നിമിത്തം നിങ്ങൾക്ക് അവന്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകുന്നതിനു വേണ്ടിയാണ്. ഇതിൽ എഴുതപ്പെടാത്ത മറ്റനേകം കാര്യങ്ങളും ഈശോ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ എഴുതിയില്ല. അപ്പൊ എഴുതാത്തത് എവിടെ കിടപ്പുണ്ട്? എഴുതാത്തത് കിടക്കുന്ന എവിടെയാ? സഭയിൽ. കാരണം അവർക്കിത് അറിയാമല്ലോ. അപ്പൊ ഇതൊന്നും ശരിക്കും എന്തിനായി സുവിശേഷം എഴുതിയത്? അതും കൂടെ നമുക്ക് ഈ കൂട്ടത്തിൽ അങ്ങ് പറഞ്ഞു പോകാം. സുവിശേഷം ഈശോ പറഞ്ഞോ? ബൈബിൾ എഴുതാൻ പറഞ്ഞു?
ഇല്ല ഈശോ സുവിശേഷം പഴയ നിയമം പിന്നെ യഹൂദര് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, മെല്ലെ കാലങ്ങളെടുത്ത് എഴുതി സൂക്ഷിച്ചതുണ്ട്. അത് എത്ര വർഷങ്ങളെടുത്ത പഴയ നിയമം എഴുതുന്ന 1000-1100 വർഷം കൊണ്ട് ഓരോ കാലം കൊണ്ട് എഴുതി വെച്ചതാണ് പഴയ നിയമം, യഹൂദര് വേദഗ്രന്ഥമായി കരുതുന്നത്. അത് യഹൂദരുടെ തുടർച്ചയായ പുതിയ ഇസ്രായേലായ സഭ അത് സ്വീകരിച്ചു. പുതിയ നിയമം ഈശോ എപ്പോഴെങ്കിലും പറഞ്ഞോടാ ഒരു ഡയറി എടുത്തേടാ, ഞാൻ പറയുന്നതൊക്കെ എഴുതിയെടുത്തേ, കുറച്ച് കഴിയുമ്പോൾ ആവശ്യം പറഞ്ഞോ? ഇല്ല. നിങ്ങളുടെ ഒപ്പീനിയനിൽ എന്തിനാണ് വചനം എഴുതിയത്? അതൊന്നും മറന്നു പോവാതിരിക്കാനായിരിക്കും ചിലപ്പോൾ. കാരണം എനിക്ക് തോന്നിയൊരു കാര്യം, ഈശോ പറഞ്ഞു ഞാൻ തിരിച്ചു വീണ്ടും വരുന്നു. അപ്പൊ ഇവർ എക്സ്പെക്ട് ചെയ്യുന്നതൊക്കെ ഹി വിൽ കം വെരി ഫാസ്റ്റ്, സൂണറായിട്ട് വരുന്നതാണ്. പക്ഷെ കൂടെയുള്ള ആൾക്കാരൊക്കെ മരിച്ചു തുടങ്ങിയപ്പോ അവർക്ക് തോന്നിയിട്ടുണ്ടാവും ബെറ്റർ വി ഹാവ് ടു റൈറ്റ് ഇറ്റ് ഡൗൺ. അങ്ങനെ വെച്ചെങ്കിലാണ് പിന്നെ അത് വളരെ നല്ല കാര്യം. അതായത് 2 കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞു. ഒന്നാമത്തത് ദ ഡെത്ത് ഓഫ് ഐ വിറ്റ്നസസ്, ദൃക്സാക്ഷികൾ മരിച്ചു തുടങ്ങി. AD 33 അല്ലെങ്കിൽ AD 29 നമ്മൾ 2 രീതിയിൽ പറയുന്നത്. BC 4 ഈശോ ജനിച്ചത്. അപ്പൊ അങ്ങനെയുള്ള AD 29, പക്ഷെ 30 ജനറൽ ആയിട്ട് 33 പറയുന്നു. AD 33 ഈശോ മരിച്ചു എന്ന് പറയുന്നു. പക്ഷെ ഈശോ മരിച്ചിട്ട് ഉടനെ എഴുതിയില്ല. ആദ്യ സുവിശേഷം എഴുതപ്പെടുന്നത് AD 60 ആകാറായി. മർക്കോസ് സുവിശേഷമാണ് 4 സുവിശേഷങ്ങളിൽ ആദ്യത്തത്. അത് എഴുതപ്പെടുമ്പോൾ AD 60 ആയി. അപ്പൊ എന്റെ അർത്ഥം പിന്നെ എടുത്തു 10, 25, 27 വർഷം ബൈബിൾ എഴുതാൻ. അതെന്താ അങ്ങനെ എടുത്തേ? അപ്പോൾ അവരുടെ പ്ലാനിൽ ഇതില്ലായിരുന്നു. എഴുത്തുണ്ടായിരുന്നു ഉടനെ എഴുതിയാനെ, അവരുടെ പ്ലാനിൽ ഇല്ലായിരുന്നു. ഒന്നാമത്തെ അപ്പൊ അത് എഴുത്തിലേക്ക് നയിച്ച കാരണങ്ങൾ, ഒന്നാമത്തത് ദൃക്സാക്ഷികളുടെ മരണം, ദ ഡെത്ത് ഓഫ് ഐ വിറ്റ്നസസ്. 2, ദ ഡിലേ ഓഫ് പറൂസിയ. പറൂസിയ എന്ന് വെച്ചാൽ എന്താ? സെക്കൻഡ് കമ്മിങ്. അപ്പൊ ഇവര് ഓർത്തത് കർത്താവ് പെട്ടെന്ന് വരും. പെട്ടെന്ന് വരുമെങ്കിൽ ബി പ്രിപ്പയർഡ്. നമ്മൾ നോക്കിയിരുന്നാൽ മതി, വേറൊന്നും ചെയ്യണ്ട, പെട്ടെന്ന് നോക്കിയിരുന്നാൽ മതി. സെക്കൻഡ് കമ്മിങ്. അതുകൊണ്ടാണ് അന്ന് അവർ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, മാറാനാത്ത. മാറാനാത്ത കേട്ടിട്ടുണ്ടോ? മാറാനാത്ത എന്ന് വെച്ചാൽ ലോർഡ് കം സൂൺ, നാഥ വേഗം വരണമേ. മാറാനാത്ത, മാറ് മൈ ലോർഡ്, മാറാനാത്ത വേഗം വരണമേ എന്ന് പ്രാർത്ഥിച്ചു, നാഥ വേഗം വരണമേ. മൂന്നാമത്തത് എന്തു പറ്റി? ഈ തെറ്റായ ടീച്ചിങ്ങുകൾ കയറാൻ തുടങ്ങി. ലിറ്റർജിയിൽ വായിക്കണ്ടേ, ദൈവാരാധനയിൽ ബൈബിൾ വായിക്കണ്ടേ? അപ്പൊ തോന്നുന്ന പോലെ വായിച്ചാൽ പോരാ. ആർക്കെങ്കിലും പറയുന്ന പോലെ വചനം പ്രഘോഷിക്കാൻ തുടങ്ങി. വചനം പ്രഘോഷിക്കാൻ തുടങ്ങിയപ്പോൾ അനാവശ്യമായിട്ടുള്ളത് കയറിയാൻ തുടങ്ങിയപ്പോൾ എന്ത് ചെയ്തു? എഴുതി കൊടുത്തു, ഇതാണ് ഇനി പ്രഘോഷിക്കേണ്ടത്. അങ്ങനെയാണ് ഇത് റിട്ടേൺ ഫോമിലേക്ക് എത്തിയത്. അപ്പോൾ അതിനകത്തൊരു കാര്യം മനസ്സിലായി. എന്താ? ഞാനൊരു സ്റ്റേറ്റ്മെന്റ് പറയാം, യെസ് ഓർ നോ പറയണം. പണ്ട് സ്കൂളിൽ പഠിച്ചതല്ലേ, വി ആർ ഫോളോവേഴ്സ് ഓഫ് എ ബുക്ക്. വി ആർ ഫോളോവേഴ്സ് ഓഫ് എ ബുക്ക്. യെസ് ഓർ നോ, ട്രൂ ഓർ ഫോൾസ്? ട്രൂ ഓർ ഫോൾസ്? നിങ്ങൾ ചിന്തിച്ചിട്ട് പറഞ്ഞോ. വി ആർ ഫോളോവേഴ്സ് ഓഫ് എ ബുക്ക്, ട്രൂ ഓർ ഫോൾസ്? അല്ലല്ല, ട്രൂ ഓർ ഫോൾസ്? ട്രൂ ഓർ ഫോൾസ്? യെസ് ആണെന്ന് തോന്നുന്നു. ഞാൻ എന്ന കാര്യം പറയട്ടെ. ശരിയാ, നിങ്ങൾ പറഞ്ഞത് തെറ്റ് പറയാൻ പറ്റത്തില്ല, പക്ഷെ അത് നിന്ന അപകട. We are not followers of a book. We are not followers of a book. We are followers of a person. We are followers of a person. ഈശോയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്, പുസ്തകത്തെ അല്ല. ഈ പുസ്തകത്തിൽ നമ്മൾ ആരെയാ കണ്ടുമുട്ടുന്നത്? ഈശോയാണ് ഫോളോ ചെയ്യുന്നത്. ഈശോയെ ഫോളോ ചെയ്യുന്നവർ പുസ്തകത്തെ ഫോളോ ചെയ്യാൻ തുടങ്ങുന്ന അപകടമാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതിന്റെ വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? വലിയ പാരാഡിഗം ഷിഫ്റ്റ് ആണത്. എന്നുവെച്ചാല് നിങ്ങളുടെയൊക്കെ മനസ്സിൽ ക്ലാരിറ്റി ഉണ്ടാകേണ്ടത്, പുസ്തകം ഉണ്ടായിട്ടുണ്ടായതല്ല സഭ. ഒരു മാനുവൽ ഉണ്ടാക്കി വെച്ചിട്ട് ആ മാനുവൽ കണ്ട് ഒരു ഗ്രൂപ്പിനെ ഫോം ചെയ്തെടുത്തതല്ല സഭ. സഭ ഉണ്ടായിട്ടുണ്ടായതാണ് പുസ്തകം. സഭയ്ക്കുള്ളിലാണ് പുസ്തകം ഉണ്ടായത്. അപ്പോൾ ഈ പുസ്തകത്തിന്റെ അതോറിറ്റി ആരാ? സഭയാണ്. അപ്പോൾ ഇറ്റ് മേക്ക് സെൻസ്. സഭയ്ക്കാണ് ഇതിന്റെ അതോറിറ്റി. സഭയിലാണ് ഈ പുസ്തകം ഉണ്ടായത്. ഇസ് ദാറ്റ് ക്ലിയർ? ഇത്രയും പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? യെസ്. ഓഡിയൻസിനും നിങ്ങൾക്കും മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ കൂടെ തന്നെ നിങ്ങൾ യാത്ര ചെയ്യുന്നുണ്ട്. സംശയമുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ ജെന്യുവിൻ ഡൗട്ട്സ് ആയിട്ട് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ഇനിയൊരു എപ്പിസോഡിൽ അതിന്റെ കണ്ടിന്യൂവേഷൻ. പ്രൊട്ടസ്റ്റന്റ് ബൈബിൾ ഇപ്പൊ നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായി. എന്തുകൊണ്ടാണ് അപ്പൊ കത്തോലിക്കർ ഇനി പകച്ചു പോകരുത്? പെട്ടെന്ന് നമ്മളോടൊന്ന് ചോദിക്കുവാനല്ലേ ബൈബിളിൽ എവിടെയാ? ഇതിപ്പോ നമ്മുടെ ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി, എന്ത് പറഞ്ഞാലും ബൈബിളിൽ എവിടെയാ? അപ്പൊ നമ്മൾ എന്താ പറയണ്ടേ? ബൈബിള് മാത്രമല്ല ദൈവിക വെളിപാടിന്റെ ഉറവിടം. നമുക്കത് എന്തും കൂടെ ഉണ്ട്, ട്രഡീഷനും കൂടെ ഉണ്ട്. ആ ക്ലാരിറ്റി വരണം. എന്നിട്ട് ഈ ബൈബിളും ട്രഡീഷനും കൂടെ ചേർത്ത് വെച്ചിട്ട് അതോറിറ്റി ആരാ? ഇതിന്റെ രണ്ടിന്റെ അതോറിറ്റി ആരാ? സഭ ഔദ്യോഗികമായിട്ട് പഠിപ്പിക്കും, പ്രബോധനം കൊടുക്കും. അതിന്റെ പേരാണ്
മജിസ്തേരിയും സഭയുടെ പ്രബോധനം. ഇത് മൂന്നും കൂടെ ചേരുന്നതാണ് നമുക്ക് ഡെപ്പോസിറ്റ് ഓഫ് ഫെയ്ത്ത്. ഇത് മൂന്നും നമുക്ക് ബ്ലെൻഡ് ചെയ്ത് പോകണം. ഇപ്പൊ നമുക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ഓരോ കാലത്ത് മാർപ്പാപ്പമാർ കോളേജ് ഓഫ് ബിഷപ്സ്. കാരണം ഇവരാരാ? ഈ കോളേജ് ഓഫ് ബിഷപ്സ് എന്ന് പറഞ്ഞാൽ ആരുടെ പ്രതിനിധികളാണ്? ആരുടെ പ്രതിനിധികൾ? ആരുടെ? അപ്പസ്തോലന്മാരുടെ പ്രവർത്തനം 2:42. എന്താ 2:42? അവർ ആര്? ആദിമസഭ. അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ ഒരുമിച്ചായിരുന്നു. അപ്പോ എവിടെ അപ്പസ്തോലന്മാരുടെ പ്രബോധനം? ടീച്ചിങ്സ് ഓഫ് ദ അപ്പോസിൽസ്. അത് ഇന്നും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആരിലൂടെ? മാർപ്പാപ്പയിലൂടെ, മെത്രാന്മാരിലൂടെ. അതാണ് കാത്തലിക് ചർച്ചിന്റെ യുണീക്നെസ്. അപ്പോൾ കൃത്യമായ അപ്പസ്തോലിക് പാറ്റേണിലാണ് സഭ നിൽക്കുന്നത്. അപ്പോൾ ബൈബിളിൽ എവിടെയെന്ന് മാത്രം ചോദിച്ചു കളയരുത്. ബൈബിളിൽ ഇപ്പൊ ഞാൻ പറയട്ടെ, വിശ്വാസ പ്രമാണം കത്തോലിക്ക സഭ 24 സഭകൾ ഒരേ വിശ്വാസ പ്രമാണം ഏറ്റു പറയുന്നു. ബൈബിളിൽ എവിടെ? ബൈബിളിലും പാരമ്പര്യത്തിലും ഉള്ളത് നമ്മൾ ചേർത്ത് കൊണ്ടുവന്ന് നമ്മളതിനെ ഏറ്റുപറഞ്ഞു മജിസ്തേരിയം പഠിപ്പിച്ചു. ഇതാണ് വിശ്വാസം. അതുകൊണ്ടല്ലേ നമ്മൾ പള്ളിയിൽ ചെല്ലുന്ന വിശ്വാസമാണത്തിന്റെ പേരെന്താ? നൈസിയൻ കോൺസ്റ്റാന്റിനോപ്പിൾ ക്രീഡ്, നിക്കിയ കോൺസ്റ്റാന്റിനോപ്പിൾ വിശ്വാസം. ഈ 2 സൂനകദോസുകൾ ചേർത്ത് പഠിപ്പിച്ചു തന്നത് മജിസ്തേരിയം. അപ്പൊ മജിസ്തേരിയം പഠിപ്പിച്ച് നമ്മൾ വിശ്വസിക്കുന്നുണ്ടല്ലോ. കിട്ടുന്നുണ്ടോ? ഇസ് ദാറ്റ് ക്ലിയർ? അപ്പൊ ഇത്രയും കാര്യം ചേർന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഇതാണ് കീ ഡിഫറൻസ്. ഇവിടെയാണ് പ്രൊട്ടസ്റ്റന്റ് പെന്തക്കോസ്റ്റ് ചർച്ചസും കത്തോലിക്ക സഭയും തമ്മിലുള്ള അടിസ്ഥാന വ്യത്യാസം കിടക്കുന്നത്. മാതാവും കുർബാനയും വിശുദ്ധരും ബാക്കിയെല്ലാം ഇതിന്റെ പിന്നാലെ വരുന്നത്. ഇത് മനസ്സിലാക്കേണ്ടത് ആവശ്യം. അപ്പോൾ ഇനി നമ്മളോടൊരു പ്രൊട്ടസ്റ്റന്റ് പെന്തക്കോസ്റ്റ് സഹോദരൻ ചോദിക്കുകയാണ്, ബൈബിള് മാത്രം, സോളാ സ്ക്രിപ്തൂര, ബൈബിളിലുള്ളത് മാത്രമേ വിശ്വസിക്കാവുള്ളൂ. അപ്പൊ അവരോട് നമ്മൾ എന്ത് പറയണം? ബഹുമാനത്തോടെ പറയണം, സഹോദര നീ അത് മാത്രം വിശ്വസിക്കേ. ബിക്കോസ് യുവർ സോഴ്സ് ഓഫ് ഫെയ്ത്ത് ഈസ് എന്ത്? നേരത്തെ ലാറ്റിൻ വാക്ക് ഞാൻ പറഞ്ഞു, സോളാ സ്ക്രിപ്തൂര. അതാണ് നിങ്ങൾ പറയുന്നത്. ഞങ്ങൾക്ക് അത് 3 എണ്ണം ഉണ്ട്. ഏതൊക്കെയാ? ഹോളി സ്ക്രിപ്ചർ, ഹോളി ട്രഡീഷൻ. ഇതും രണ്ടും കൂടെ ചേർത്ത് വെച്ച് പഠിപ്പിക്കുന്നത് മജിസ്തേരിയം. കിട്ടിയോ? അത് ലോങ് എപ്പിസോഡായി പോകുന്ന ലക്ഷണം കാണുന്നുണ്ട് അല്ലേ? കയ്യിൽ നിൽക്കുന്നില്ല. കാരണം ഇത്രയും നമുക്കത് പറഞ്ഞു പോകാനുണ്ട്. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? കണക്റ്റഡ് ആകുന്നുണ്ടോ? യെസ്. ഒരു കാര്യം കൂടെ ചോദിച്ചു. ഇത്രയും ബൈബിളും മൊത്തത്തില് ആയി വന്നത് തന്നെ ഏകദേശം ഒരു 400. പിന്നെ അതെ അതിന് മുമ്പത്തെ ട്രഡീഷൻ, അത്രയും വലിയൊരു ട്രഡീഷൻ നിന്നിട്ടാണ് ശരിക്കും ബൈബിളിൽ കാണുന്ന രൂപത്തിൽ. അതെ. AD 397 കൗൺസിൽ ഓഫ് കാർത്തേജ് ആണ് ബൈബിളിന്റെ ക്യാനൺ. ബൈബിളിന്റെ ക്യാനൺ എന്ന് വെച്ചാൽ ബൈബിളിന്റെ പുസ്തകങ്ങളുടെ ക്രമം, എണ്ണം തിട്ടപ്പെടുത്തി ഫൈനലൈസ് ചെയ്തത് AD 397. അപ്പൊ അത് പെട്ടെന്ന് യേശു അങ്ങോട്ട് പോയി ഉടനെ പുസ്തകം ഇറങ്ങി അല്ല. ഇത് അതാ പറഞ്ഞ, ഇതിന് സഭയിൽ എത്ര നൂറ്റാണ്ട്? 4 നൂറ്റാണ്ട് കൊണ്ട് സഭയിൽ രൂപപ്പെട്ടു വന്നതാണ്. അപ്പോൾ അവിടെയാണ് ഒരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടത്. പ്രൊട്ടസ്റ്റന്റ് ബൈബിളും പ്രൊട്ടസ്റ്റന്റ് പെന്തക്കോസ്റ്റ് സഹോദരങ്ങൾ ഉപയോഗിക്കുന്ന ബൈബിളും കാത്തലിക് ബൈബിളും തമ്മിൽ വ്യത്യാസമുണ്ട്. എക്സാക്ട്ലി. കത്തോലിക്ക ബൈബിളിൽ എത്ര പുസ്തകം? 73. പ്രൊട്ടസ്റ്റന്റ് പെന്തക്കോസ്റ്റ് ബൈബിളിൽ 66 പുസ്തകങ്ങൾ. പഴയ നിയമത്തിൽ 7 പുസ്തകങ്ങൾ അവർക്കില്ല. പഴയ നിയമത്തിലാണ് 7 പുസ്തകങ്ങൾ കുറവ്. ഏതൊക്കെയാണെന്ന് കൊണ്ടോ ഞാനത് പെട്ടെന്ന് പറഞ്ഞേക്കാം, നിങ്ങളുടെ ശ്രദ്ധയിൽ വേണ്ടി കൂടിയാണ്, നിങ്ങൾക്ക് മനസ്സിലാകാനും വേണ്ടി കൂടെ. 1, 2 മക്കബീസ്, 1, 2 മക്കബീസ്, വിസ്ഡം, തോബിത്ത്, യൂദിത്ത്, ബാറൂക്ക്, സിറാക്ക്. ഇത്രയും പുസ്തകങ്ങൾ അവർക്കില്ല, അവരുടെ ബൈബിളിലില്ല. ഇനിയാണ് അപ്പോൾ ഒരു കാര്യം ഓർക്കേണ്ടത്, ഈ 15 നൂറ്റാണ്ട് ബൈബിൾ സൂക്ഷിച്ചതാരാ? സഭയാ. അപ്പോൾ അവരുപയോഗിക്കുന്ന ബൈബിള് ഈ ഇത്രയും കാലം, അത് 15 നൂറ്റാണ്ടെന്ന് പറയുമ്പോൾ പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇത് കൂടെ എടുക്കാം. ഏതാ? കൗൺസിൽ ഓഫ് കാർത്തേജ്. അപ്പോഴാണ് ഫൈനലൈസ് ചെയ്തത്. അപ്പോൾ 397 കൗൺസിൽ ഓഫ് കാർത്തേജ് നടക്കുന്നത്. അപ്പോൾ 1100 വർഷം കത്തോലിക്ക സഭ ഉപയോഗിച്ച ബൈബിളാണ് അവരെടുത്ത് പിടിച്ചത്. അതിനകത്തുനിന്ന് 7 പുസ്തകങ്ങൾ അങ്ങോട്ട് മാറ്റി വെച്ചതേ ഉള്ളൂ. അപ്പോൾ ഇതിന്റെ ശരിക്കും അതോറിറ്റി ആരാണ്? കാത്തലിക് ചർച്ച്. നമ്മൾ കാത്തലിക് ചർച്ച് എന്ന് പറയുമ്പോഴും ഓർക്കണം, ആ സമയത്ത് കാത്തലിക് ഓർത്തഡോക്സ് ഡിവിഷൻ നടന്നിട്ടില്ല. അപ്പോൾ അപ്പസ്തോലിക് ചർച്ചസ്, തീർച്ചയായിട്ടും ഓർത്തഡോക്സ് സഭയെ നമ്മൾ ചേർത്ത് നിർത്തുന്ന ഏത് ഇതിലാണ്? അപ്പസ്തോലിക സഭയാണ്. അപ്പസ്തോലിക പാരമ്പര്യം ഷെയർ ചെയ്യുന്ന സഭകളാണ്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന്റെ അതോറിറ്റി കാത്തലിക് ചർച്ചാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ അപ്പസ്തോലിക് ചർച്ചാണ്. ഈ വ്യത്യാസമുണ്ട്.
കിട്ടിയോ? അതായത് ചോദ്യം അതല്ലായിരുന്നോ? അതായത് ഇപ്പോഴല്ലേ ഇത് ഇവോൾവ് ചെയ്ത് വന്നത്? ഇത്ര നാളെടുത്തു ബൈബിൾ ഇവോൾവ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും ടോപ്പിക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തൊക്കെ ചുമ്മാ കിട്ടിയ ഇൻസൈറ്റ് ഷെയർ ചെയ്തേ നോക്കട്ടെ. എന്തൊക്കെ കിട്ടിയ ഒരു സെന്റൻസ് വെച്ച് പറഞ്ഞു, ഓരോ സെന്റൻസ് വെച്ചിട്ട്. അതാകുമ്പോൾ നമുക്ക് ഓഡിയൻസിനും ഞങ്ങളുടെ കൂടെ പറയാം, ഞങ്ങളുടെ കൂടെ ഇത് പറഞ്ഞു നോക്കാം. അപ്പോൾ എവിടൊക്കെ മിസ്സായി കിട്ടിയെന്ന് നോക്കാമല്ലോ. പ്രധാനമായിട്ട് അച്ഛൻ പറഞ്ഞത് നമുക്ക് കാത്തലിക്സിന് ബൈബിൾ മാത്രമല്ല പാരമ്പര്യം കൂടിയാണ്. അതെ, ഇപ്പൊ എല്ലാം പറയുമ്പോഴും ഇപ്പൊ കൊന്ത ജപമാല നമ്മൾ ചെല്ലുമ്പോൾ ഉടനെ ആൾക്കാർ ചോദിക്കുക ബൈബിളിൽ എവിടെയുണ്ട്, ബൈബിളിൽ എവിടെയുണ്ട്? ബൈബിളിലും വിശുദ്ധ പാരമ്പര്യത്തിലും കിടന്നത് ഇവോൾവ് ചെയ്ത് വരികയാണ്. ജപമാല എന്താ? മിശിഹാ രഹസ്യങ്ങളല്ലേ ധ്യാനിക്കുന്നത് മുഴുവൻ. ചൊല്ലുന്ന പ്രാർത്ഥന ബൈബിളിലുള്ള വചനമല്ലേ. ഇപ്പൊ നന്മ നിറഞ്ഞ കൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ആര് പറഞ്ഞതാ? ഏഞ്ചലിക് സല്യൂട്ടേഷൻ. അത് കഴിഞ്ഞിട്ട് വരുന്നത് നന്മ നിറഞ്ഞ് പറയുമ്പോൾ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഉദരഫലം അനുഗ്രഹിക്കപ്പെട്ടത്. ആര് പറഞ്ഞത്? എലീശ പറഞ്ഞത്. അപ്പൊ ഇത് സഭയിൽ രൂപപ്പെട്ടു വരിക മെല്ലെ. സഭയ്ക്ക് അതിനുള്ള അധികാരമുണ്ട്, സഭയുടെ അതോറിറ്റി ഉപയോഗിക്കുകയാണ്. പിന്നെ നമ്മൾ ഇനി ഒത്തിരി വിഷയങ്ങളുണ്ട്. ഈ പറഞ്ഞ മാർപ്പാപ്പയുടെ അധികാരം, ഹയറാർക്കിക്കൽ സിസ്റ്റം, പറഞ്ഞ സാക്രമെന്റ്സ്, അതെല്ലാം ഇനി നമ്മളിതൊരു എല്ലാം കവർ ചെയ്യുന്ന ഒരു ടോപ്പിക്, ഒരു ഡിസ്കഷൻ ആയിട്ടില്ല. പക്ഷെ ഒരു ടോപ്പിക്ക് ആളുകൾക്ക് ഇന്ന് സമീപകാലത്ത് ഇദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഈ ഡോക്യുമെന്റ് ഒക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഒത്തിരി ചോദ്യങ്ങൾ വരുന്നു. ബൈബിളിൽ ഇല്ലാത്തത് എന്തിനാ കത്തോലിക്കർ വിശ്വസിക്കുന്നത്? അതിന്റെ കാരണമാണ് നമ്മൾ ഈ പറയാൻ ശ്രമിച്ചത്. അപ്പൊ നമ്മുടെ റിവിഷൻ നടന്നില്ല, നിങ്ങൾ രക്ഷപ്പെട്ടു. അതിനിടയ്ക്ക് ഓരോന്നോരോന്ന് പറഞ്ഞു. യെസ്, ചേട്ടൻ പറഞ്ഞ ബൈബിളുണ്ട്, നമുക്ക് പിന്നെ ട്രഡീഷൻ ഉണ്ട്, പിന്നെ നമുക്ക് സഭ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമുണ്ട്. ഈ ട്രഡീഷനോട് ചേർന്ന് നിൽക്കണം എന്നുള്ളതിന് ഒരെണ്ണം കൂടെ നമുക്ക് എടുക്കാനുണ്ട്. തെസ്സലോനിക്ക 2:15 എടുത്തേ, വായിക്കാം. നേരത്തെ വായിച്ചത് 2 തെസ്സലോനിക്ക 2:15. അതിനാൽ സഹോദരരെ, ഞങ്ങൾ വചനം മുഖേനയോ കത്തു മുഖേനയോ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള പാരമ്പര്യങ്ങളെ മുറുകെ പിടിക്കുകയും അവയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക. പാരമ്പര്യം പ്രധാനപ്പെട്ടതെന്ന് ബൈബിളിൽ എവിടെ കിടക്കുന്നു? വചന മുഖേനയോ കത്തു മുഖേനയോ നിങ്ങളെ പഠിപ്പിച്ച പാരമ്പര്യങ്ങളെ മുറുകെ പിടിക്കുകയും അവയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ലഭിച്ചിട്ടുള്ള അപ്പസ്തോലന്മാരുടെ കാലം തൊട്ട് ലഭിച്ചിട്ടുള്ള വിശുദ്ധ പാരമ്പര്യങ്ങളെ നമ്മൾ മുറുകെ പിടിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. ആൻഡ് വി ആർ പ്രൗഡ് അബൌട്ട് ദാറ്റ്. കത്തോലിക്കർ ഓർക്കണം, ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. കാരണം അപ്പസ്തോലിക പാരമ്പര്യമുള്ള സഭയാണ്. സഭയും നൂറ്റാണ്ടുകൾ ഉണ്ടായവർക്ക് അത് പറയാനില്ല, ക്ലെയിം ചെയ്യാനില്ല. നമുക്ക് അപ്പസ്തോലിക പാരമ്പര്യം ഉള്ളവർ ആ പാരമ്പര്യം ഉറച്ചു നിൽക്കുന്നു. അത്രേ ഉള്ളൂ. യെസ്, ഇനിയും എന്തെങ്കിലും പഠിച്ചത്? വി ആർ നോട്ട് ഫോളോവേഴ്സ് ഓഫ് എ book, but we are followers of a person. പിന്നെ ഒരു വാക്ക് ഞാൻ പറഞ്ഞു, എന്തിന്റെ കാരിയേഴ്സ് ആണ് തിരുവചനവും വിശുദ്ധ പാരമ്പര്യവും? എന്താണ് നമ്മളിലേക്ക് എത്തുന്നത്? ഒരു വാക്ക് ഞാൻ പറഞ്ഞു, ദൈവിക വെളിപാട്, ഡിവൈൻ റെവലേഷൻ. ഇത്രയൊക്കെ മനസ്സിലായി അല്ലേ? നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. കർത്താവും ദൈവമായ ഈശോ മിശിഹായെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോ, ഇവരെ 3 പേരെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളോടൊപ്പം ലോകത്തിൻ്റെ പല ഭാഗത്തിരുന്ന് ഇത് കണ്ട് പ്രാർത്ഥിച്ചവരെയും ഓർക്കുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും വിശുദ്ധ പാരമ്പര്യത്തിൽ നിന്നും ദൈവിക വെളിപാട് സ്വീകരിച്ച് അപ്പസ്തോലിക അധികാരത്തിൽ പരിശുദ്ധ മാർപ്പാപ്പയും മെത്രാൻ തിരുസംഘവും ഞങ്ങളെ പഠിപ്പിക്കുന്ന പ്രബോധനത്തോട് ചേർന്ന് നിന്ന് സത്യവിശ്വാസം ജീവിക്കാൻ കത്തോലിക്ക തിരുസഭയെ ഇനിയും നിന്റെ റൂഹാദ കുതിശായാൽ നീ ശക്തിപ്പെടുത്തണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. താങ്ക് യു.